എന്തിന്റെ കേടായിരുന്നല്ലേ ഇവർക്ക്? താഴെങ്ങാണ്ടിരുന്ന് ഫുഡ് കഴിച്ചാൽ പോരായിരുന്നോ? എന്തായാലും അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടി. ഇങ്ങനായിരിക്കും കഴിഞ്ഞ ദിവസം മൂന്നാറിലെ സ്കൈ ഡൈനിങ്ങിന്റെ വാർത്ത കണ്ടപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവുക. കമന്റ് ബോക്സ് നിറയെ അതുപോലത്തെ കമന്റുകളായിരുന്നു. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസം എങ്ങും എത്താനായിട്ട് പോകുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് അഡ്വഞ്ചർ ടൂറിസത്തിന് വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരം ആക്ടിവിറ്റികളും അത്തരം സംരംഭങ്ങളും ഒക്കെ വന്നാൽ മാത്രമേ ഈ ഒരു ടൂറിസം വളരെയധികം മുമ്പോട്ടേക്ക് പോകത്തുള്ളൂ. പക്ഷേ ഇവിടെ നമ്പർ 1 പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ്റ്റി തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടറിന്റെ സൈഡിൽ നിന്ന് അവരൊരു മെത്തേഡ് സ്റ്റേറ്റ്മെന്റും ഹിറയും സബ്മിറ്റ് ചെയ്യും. ഈ ഹിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ്. ഈ ഹിറയിൽ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം ഏതൊക്കെ രീതിയിലുള്ള സേഫ്റ്റി ഇഷ്യൂസ് ആണ് വരാനായിട്ട് പോകുന്നത്, ആ സേഫ്റ്റി ഇഷ്യൂസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്ത് അപ്രൂവൽ വാങ്ങിയാൽ മാത്രമേ ആ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളിലൊക്കെ പറയുന്നത് ഈ ഒരു സ്കൈ ഡൈനിങ് മാത്രമല്ല മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾക്കും കാര്യമായിട്ടുള്ള പെർമിഷൻ ഒന്നും ഇല്ല എന്നാണ്. എന്തായാലേ ഒരു റോപ്പിൽ മനുഷ്യന് ജീവൻ ഇങ്ങനെ തൂങ്ങിയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഇപ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള പെർമിഷൻ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല എന്നാണ്. പകരം അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇതിന് പെർമിഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് എന്തൊക്കെ അപകടങ്ങളാണ് വരുന്നത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന സംരംഭങ്ങൾക്ക് തീർച്ചയായിട്ടും പെർമിഷൻ കൊടുക്കണം. അതുപോലെ നമ്മളും അവരെ പ്രൊമോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ടൂറിസം വളരത്തുള്ളൂ. ഇനി അതല്ല വെറുതെ ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും സമയം പോലും നോക്കാതെ ജീവൻ പണയം വെച്ച് വരുന്ന നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ തന്നെ വിളിക്കേണ്ടി വരും.